മഹാനായ ഹസൻ ഉസ്താദിന്റെ വീട്ടിലേക്ക് വഅദിന് കൊണ്ടുപോവാൻ ആളുകൾ വരുന്നുണ്ട്. വഅദിന് കൊണ്ടുപോവാൻ ആളുകൾ വന്നപ്പോ ഹസൻ ഉസ്താദ് ഇങ്ങനെ ഒരു വിഷമത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ അവര് ചോദിച്ചു, എന്താ ഉസ്താദെ പ്രശ്നം? ഉസ്താദ് പറഞ്ഞു, എന്റെ ഭാര്യ ഗർഭിണിയാണ്, പ്രസവവേദന, പ്രസവത്തിന്റെ സമയം എടുത്തിട്ടുണ്ട്, അതിന്റെ പ്രയാസമുണ്ട്, അതിങ്ങനെ ഞാൻ അതിനെ കുറിച്ച് ഇങ്ങനെ ദുആ ചെയ്തിരിക്കുക. അപ്പൊ വന്ന പ്രവർത്തകന്മാര് പറഞ്ഞു, ഉസ്താദ് എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം. ഉടനെ തന്നെ ഉസ്താദ് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നതുകൊണ്ട് പ്രത്യേകമായിട്ട് യാതൊരു നേട്ടവും ഉണ്ടാവുകയില്ല. നിങ്ങളെ കൂടെ ഞാൻ വഅദിന് വന്നാൽ അവിടെ ഇൽമു പറഞ്ഞു കൊടുക്കൽ നടക്കും, അതിന്റെ ബറക്കത്ത് കൊണ്ട് ഇവിടെ പ്രസവം എളുപ്പമാകും എന്ന് കരുതി ഉസ്താദ് അവർകൾ ആ സമയത്ത് പോലും ദീനിന് വലിയ പ്രാമുഖ്യം കൊടുത്ത് അതുകൊണ്ട് ഇവിടത്തെ പ്രയാസം മാറുമെന്ന് ചിന്തിക്കുന്ന ഒരു കൽബ് കിട്ടുക എന്നതാണ് വലിയ ഒരു തൗഫീഖ്. നോക്കൂ നിങ്ങൾ, എങ്ങനെയാണ് ഇങ്ങനത്തെ തൗഫീഖ് ലഭിക്കുക? അതാ നമ്മൾ ഇന്ന് ആലോചിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പലപ്പോഴും മടിയന്മാരായി മാറുന്നത് തൗഫീഖ് കുറയുമ്പോഴാ. ഇൽമു പഠിക്കുന്നിടത്ത് മടി വരുന്നത്, തഹ്ഖീഖാക്കുന്നിടത്ത് മടി വരുന്നത്, പഠിച്ച ഇൽമു മുതാല ചെയ്യുന്നത് മടിയനാവുന്നത്, അത് തൗഫീഖ് ഇങ്ങനെ കുറയുന്നതിന്റെ അടയാളമാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയാണ്, ഒന്നാമത് പറയുന്നു, ഉത്റുക് ഫുളൂലൻ നദിരീ, അശ്ലീലമായ കാഴ്ചകളെ ഉപേക്ഷിക്കണം. ഇന്ന് നമ്മൾ എത്രയോ നന്മകൾ ചെയ്യുന്നവരാണ്, പക്ഷേ അതിന്റെ എത്രയോ ഇരട്ടി തിന്മകളുടെ കാഴ്ചകൾ കാണേണ്ട ഘട്ടമാണ്. ഇന്നലെ ഒരു മുതഅല്ലിമി എനിക്കൊരു ഫോണിൽ ഒരു ലിങ്ക് അയച്ചു തന്നപ്പോ ഞാൻ പറഞ്ഞു, ഈ ലിങ്ക് എന്റെ ഫോണിൽ ഓപ്പൺ ആവൂല, ഇത് ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്കാ, ഞാൻ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കാറില്ല. കാരണം ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കിയാൽ നമ്മൾ കാണണ്ടെന്ന് കരുതിയാൽ പോലും കടുത്ത ഹറാമുകളാണ് ആദ്യം തന്നെ അതിന്റെ മുന്നിലേക്ക് വരിക. അതുകൊണ്ട് ഞാൻ അത് ഓപ്പൺ ആക്കാറില്ല എന്ന് പറഞ്ഞപ്പോ ആ മുത്താലി പറയാം, ഉസ്താദ് നിങ്ങളൊക്കെ എന്ത് ഉസ്താദ്, ഒക്കെ പുതിയ തലമുറന്റെ കൂടെ നിൽക്കണ്ട, നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം ഒക്കെ അക്കൗണ്ട് തുറക്കി എന്നാലൊരു വൈബുള്ള ഉസ്താദ് എന്ന് എന്നോട്. ഞാൻ പറഞ്ഞു, ആ വൈബ് ഇപ്പൊ എനിക്ക് വേണ്ട, ഇപ്പൊ ഉള്ള വൈബ് തന്നെ അധികമാണ്. അപ്പൊ ഇവിടെ വൈബ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുന്ന ഒരാൾ ചുരുങ്ങിയത് അറിയാതെ 50 ഹറാമുകൾ ചുരുങ്ങിയത് കാണേണ്ടി വരും, അറിയാതെ. ഞാൻ അത് ഒന്നുകൂടി പറയാ, ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ പലപ്പോഴും ചിലപ്പോക്കെ അൽ-കഹ്ഫ് സൂറത്ത് ദീർഘയാത്രയിലാണെങ്കിൽ യൂട്യൂബ് തുറന്നിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ട് ഓതും, വണ്ടിയിൽ കേട്ടുകൊണ്ട് ഇങ്ങനെ ഓതിയിട്ട് നല്ല കാര്യങ്ങളുടെ ഖിറാത്ത യൂട്യൂബിൽ ഉള്ളത് ഇഷ്ടം പോലെ മില്യൺ കണക്കിന് ആളുകൾ എല്ലാ വെള്ളിയാഴ്ച കേൾക്കുന്ന ഖിറാത്ത് ഉണ്ട്. അതിങ്ങനെ കേട്ട് 50ാമത്തെ ആയത്തെത്തിയാൽ ഉടനെ തന്നെ ഒരു പരസ്യം, ആ പരസ്യത്തോട് ഓതി 50 അല്ല 150 പോയിണ്ടാവും. അങ്ങനത്തെ പരസ്യമാണ് അതിന്റെ കൂടെ കൊടുക്കുക. അപ്പൊ ഞാൻ പറയുന്നത് ഓതണ്ട എന്നല്ല പറയുന്നത്, അങ്ങനെ ഓതുമ്പോഴും ഇതുപോലത്തതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ആ ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ദിക്ർ ചെല്ലുന്നതിന് പകരം 100 കണക്കിന് ഹറാം അറിയാതെ കണ്ടുപോകുന്നതുണ്ടെങ്കിൽ, അങ്ങനെ അശ്ലീലമായ നോട്ടങ്ങളെ കൊണ്ട് കണ്ണുകൾ മലിനമായാൽ നമ്മൾക്ക് തൗഫീഖ് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കണം. ഞാനിങ്ങനെ ഹിഫ്ളിൽ പഠിക്കുന്ന കുറെ ഹാഫിളീങ്ങളായ മുതഅല്ലിമീങ്ങളോട് ഇങ്ങനെ റമളാൻ കഴിഞ്ഞപ്പോ ഞാൻ അവരോട് ഇങ്ങനെ കണക്കെടുത്തു. പരിശുദ്ധ ഖുർആൻ, ആ ഖുർആന് നമ്മുടെ ജീവിതമാവണം, ആ ഖുർആന് നമ്മുടെ കൽബിലുണ്ടാവണം, ഖുർആനിന്റെ കൽബിൽ നമ്മളും ഉണ്ടാവണം, നമ്മളിൽ ഖുർആന് പ്രവർത്തിക്കണം, ഖുർആനിൽ നമ്മളും പ്രവർത്തിക്കണം. അപ്പോഴാണ് നമ്മളും ഖുർആനും തമ്മിൽ ബന്ധമുണ്ടാവുള്ളൂ. ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു എത്രയാണ് ഖുർആൻ ഇങ്ങനെ ഓതിയത്, നോക്കിയത്, ചിന്തിച്ചത്. ഹാഫിളീങ്ങളായ മുതഅല്ലിമീങ്ങളോട് ഞാൻ ഈ റമളാൻ കഴിഞ്ഞിട്ട് കുറെ ഹാഫിളീങ്ങളെ പല സദസ്സിലും കണ്ടപ്പോൾ വെറുതെ ഒരു സെൻസസ് എടുത്തു. റമളാനിൽ എത്ര ഖത്മ തീർത്തു? ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല, എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താണ്. സങ്കടത്തിന്റെ വാർത്തയാണ്. പലരും 2 ഖത്മ
ഖത്മ പോലും തീർക്കാത്തവരുണ്ട്. എന്തേ? അവരുടെ കുഴപ്പമല്ല, പരിശുദ്ധ ഖുർആനിലേക്ക് അടുക്കാനുള്ള തൗഫീക്ക് നഷ്ടപ്പെടുന്നത് ഇതുപോലത്തെ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ നിന്ന് കണ്ണെടുക്കാൻ സമയമില്ല. ഇബ്നുൽ മുബാറക് തങ്ങൾ പറയാണ്, ഉത്റുക് ഫുളൂലൻ നദിരീ, അശ്ലീല നോട്ടങ്ങളെ പിടിച്ചു നിർത്തിക്കോ. തുവഫഖ് ലിൽ ഖുശൂ, ചെയ്യുന്ന കാര്യങ്ങളിൽ ഇഖ്ലാസ് വർദ്ധിക്കുന്നു. ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളും ഇഖ്ലാസോടെ ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്തത് ചെയ്യാനുള്ള തൗഫീഖ് കിട്ടുന്നത്. ഇഖ്ലാസ് ഖുശൂ കിട്ടണോ? നമ്മുടെ കണ്ണുകൊണ്ട് അശ്ലീല നോട്ടങ്ങളിലേക്ക് കണ്ണു പോവാതെ പിടിച്ചു വെച്ചോളൂ. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു സാധുവായ മനുഷ്യൻ, എല്ലാ ജമാഅത്തിനും പങ്കെടുക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ ജമാഅത്തിന് കാണുന്നില്ല. സഅലബ റളിയല്ലാഹു അൻഹു വലിയ ചരിത്രമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ജമാഅത്തിന് കാണാതിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്വേഷിച്ചു, ഐന സഅലബ. സ്വഹാബത്തൊക്കെ അന്വേഷിച്ചു കാണാതിരുന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു കൊടുത്തു, യാ റസൂലല്ലാഹ്, അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യൻ സഅലബയുണ്ടല്ലോ, പർവ്വതത്തിന്റെ മുകളിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ആളെ പറഞ്ഞേച്ച് തിരിച്ചു കൊണ്ടുവരൂ. അല്ലാഹുവിന്റെ ഹബീബ് ആളെ പറഞ്ഞേച്ചു. പിടിച്ചു കൊണ്ടുവരുന്ന സമയം സഅലബ പറഞ്ഞു, ഞാൻ നബി തങ്ങളെ മുന്നിലേക്ക് വരൂല. അവസാനം നബി തങ്ങൾ മദീന പള്ളിയിൽ ഇമാമ് നിൽക്കുമ്പോ ബാക്കിലെ സൊഫിൽ വന്നു നിന്നു. നിസ്കാരം കഴിഞ്ഞപ്പോ സഅലബയെ നബി തങ്ങൾ കണ്ടു. എന്തു പറ്റി? യാ റസൂലല്ലാഹ്, ഞാനൊരു വലിയ കുറ്റം ചെയ്തു പോയി, അതുകൊണ്ട് ഞാൻ അദാബിറങ്ങുമെന്ന് കരുതിയിട്ട് നാടുവിട്ടതാണ്. എന്താണ് ആ കുറ്റങ്ങളൊക്കെ പൊറുപ്പിക്കാൻ പറ്റുന്ന ദുആ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുആ ദോഷം പൊറുപ്പിക്കുന്ന വലിയ ദുആ ആണ്. ഉസ്താദുമാര് ദുആ ചെയ്യുമ്പോ റബ്ബനാത്തിന എന്ന് കേട്ട സമാധാന ദുആ നിൽക്കുന്നു. നമുക്കൊരു റാഹത്ത റബ്ബനാത്തിന, നമുക്ക് ഭയങ്കര ഹാപ്പിയുള്ള സാധന റബ്ബനാത്തിന. ദുആന്റെ അവസ്ഥ ഇത് കേട്ട ആമീൻ ഉറക്കെ പറയുന്നത് തീർന്നിട്ടെന്ന് കരുതിയിട്ട്. യഥാർത്ഥത്തിൽ റബ്ബനാത്തിന ഫിദ്ദുനിയാ ഹസന എന്നുള്ളത് ജാമിഉൽ ദുആ, എല്ലാം അടങ്ങിയ ദോഷങ്ങൾ പൊറുപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദുആ ആണ്. ആ ദുആ പഠിപ്പിച്ചതിലെ സഅലബ പറഞ്ഞു, ദംബി അഅളമു മിൻഹാ യാ റസൂലല്ലാഹ്, എന്റെ ദോഷം അതിനേക്കാളൊക്കെ കാഠിന്യമുള്ളതാണ്. എന്താണ് ദോഷം? സുബ്ഹാനല്ലാഹ്, അവിടെന്ന് പറഞ്ഞില്ല, വീട്ടിലേക്ക് പോയി സമാധാനിപ്പിച്ചു. 3 ദിവസം കഴിഞ്ഞു, സഅലബ പള്ളിയിൽ വരുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് വീട്ടിൽ ചെന്നു. സഅലബയുടെ തലയെടുത്ത് മടിയിൽ വെച്ച് ഇങ്ങനെ ദുആ ചെയ്യാൻ തുടങ്ങി. നബിതയെ തല വലിച്ചു കളഞ്ഞു. എന്റെ തല മുഴുവനും നജസാൻ. എന്താ തെറ്റ് ചെയ്ത തെറ്റ് പറയാൻ തുടങ്ങി. യാ റസൂലല്ലാഹ്, ഞാൻ മദീനയിലെ താഴ്വാരത്തൂടെ നടന്നു പോകുമ്പോ ഒരു തടാകത്തിൽ ഒരു സ്ത്രീ കുളിക്കുന്നുണ്ടായിരുന്നു. ആ സ്ത്രീയെ ഞാനൊന്ന് അറിയാതെ നോക്കിപ്പോയി. അറിയാതെ കണ്ടുപോകുന്നത് തെറ്റല്ല. അതേ സമയം പിന്നെയും എന്റെ കൽബിലൊരു ചിന്ത, ഞാൻ ഒന്നുകൂടി അങ്ങോട്ട് നോക്കിയാലോ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചു പോയത്, എന്തൊരു തെറ്റാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നരകത്തെ പേടിച്ച് നാടുവിട്ടതാണ്. യാ റസൂലല്ലാഹ്, നോക്കൂ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ഹറാമിന്റെ ഗാംഭീര്യം അന്വേഷിക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ? അതേ സഅലബ റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം കേട്ട് നബി തങ്ങൾ അങ്ങ് ദുആ ചെയ്തു. അല്ലാഹു തആല വഹി ഇറക്കി സഅലബക്ക് അല്ലാഹു പുറത്തു കൊടുത്ത വിവരം പറഞ്ഞു. ഇത് കേൾക്കേണ്ട സന്തോഷം കൊണ്ട് അപ്പോൾ തന്നെ സഅലബ റളിയല്ലാഹു അൻഹു വഫാത്തായി. ഇത്
വലിയ ചരിത്രമാണ്. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പറഞ്ഞത് നമ്മൾ തെറ്റ് വരാത്ത ആരുമില്ല, പക്ഷേ തെറ്റ് വരുന്ന സമയത്ത് ബേജാറുണ്ടാവണം. ആ ബേജാറ് പോലും വരാതെ സോഷ്യൽ മീഡിയ ഇന്ന് നമ്മുടെ ഒരു ചാബല്യമായി മാറിയ കാലമാണ്. അതിലൂടെ ഓരോ ദിവസവും കടുത്ത ഹറാമുകൾ കാണുന്ന ആളുകൾക്ക് ഖുശൂ നഷ്ടപ്പെടുന്നത് ഒരിക്കലും വേവലാതി പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഉത്റുക്ക് ഫുളൂലൻ നദിരീൻ, അശ്ലീലമായ നോട്ടങ്ങളെ ഒഴിവാക്കാനുള്ള നല്ല ശ്രമങ്ങൾ ഉണ്ടാവണം. അതിനാണ് പരിശുദ്ധ ഖുർആൻ. രാവിലെ എഴുന്നേറ്റുകൊണ്ട് ഖുർആനിലേക്ക് നോക്കിയ കണ്ണുമായിട്ട് പുറത്തിറങ്ങിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹറാമ് കാണുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വലിയ സഹായം. കുന്തു സംഅഹുല്ലദീ യസ്മഉ ബിഹി വബസറഹുല്ലദീ യുബ്സിറു ബിഹി. നമ്മുടെ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കുമ്പോ കണ്ണടക്കാനുള്ള വലിയൊരു ബോധം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കും. മഹാന്മാര് പറഞ്ഞില്ലേ, സഅദൽ ഇഖ്ലാസു മിനൽ അർളി യൻസിലു മിനസ് സമാഇ അത്തൗഫീഖ്. ഈ ഭൂമിയിൽ നിന്ന് ഇഖ്ലാസ് മേലോട്ട് കയറിയാൽ ആകാശത്ത് നിന്ന് തൗഫീഖ് താഴോട്ട് ഇറങ്ങി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, നല്ലതിലേക്ക് കൂടുതൽ നോക്കി ശീലിച്ചാൽ തിന്മകൾ തെറ്റുകൾ കാണുമ്പോൾ നോക്കാതിരിക്കാനുള്ള ബോധമുണ്ടാകും. നമ്മുടെ കണ്ണുകൾക്ക് അല്ലാഹു തആല നല്ല സന്തോഷമുള്ള, അല്ലാഹുവിന് പൊരുത്തമുള്ളത് കാണാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനത്തെ ചിന്ത നമ്മുടെ കൽബിൽ നൽകുമാറാവട്ടെ. ഇന്നത്തെ